ഇതാ അരുൺ എൻ്റെ തൊട്ടരികിലുണ്ട്. ഇതാ അരുണോട് തന്നെ സംസാരിക്കാം. അരുൺ, ഞാൻ എല്ലാവരോടും സംസാരിക്കുകയായിരുന്നു. എല്ലാവർക്കും വലിയ സ്നേഹം, വലിയ ഇഷ്ടം. ഒരു നാട് നിങ്ങളെങ്ങനെ വല്ലാതെ ചേർത്ത് നിർത്തുന്നുണ്ട്. എന്താ പറയുന്നത്? തീർച്ചയായും കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മാവേലിക്കര ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിരുന്നു. ജനങ്ങൾ അല്ലെ മാവേലിക്കരക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി സുഖദുഃഖങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നാടിൻ്റെ മുഴുവൻ സ്നേഹവും അനുഭവിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും വലിയ ഭാഗ്യം തന്നെയാണ്. എന്നാൽ എല്ലാവർക്കും സ്നേഹമാണ്, ഒരു തരത്തിലുള്ള അനിഷ്ടങ്ങളോ കാണിക്കുന്നില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു പ്രത്യേകതയാണ്. കാരണം വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ സ്നേഹം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ പലപ്പോഴും നമ്മുടെ നാടിനെക്കുറിച്ച് അപ്പോൾ അങ്ങനൊരു പ്രയാസം ഇല്ലാതിരിക്കുന്നത് 10 വർഷക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി വികസനോന്മുഖ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ നിലയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ജനങ്ങൾ സംതൃപ്തരാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്ത് ചോദിക്കട്ടെ, പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതെ ഇല്ലില്ല, കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എല്ലാവരും ഇതല്ലേ പറയുന്നത്. നേരെ കാര്യം ചോദിക്കട്ടെ, അരുണിനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും അറിയാം. ഏറ്റവും സാധാരണക്കാരായ ഒരു ഇടയിൽ നിന്ന് വന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരുന്ന ഒരു MLA ആയിട്ട് മാറിയ ഒരാളാണ്. അപ്പോൾ നമ്മുടെ ആ പഴയ ജീവിത സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ജനകീയനായി രൂപപ്പെടുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും. ഒന്നുമില്ലാത്തിടത്തു നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതാണ് ഒരു പദവിയിലെത്തി കഴിയുമ്പോൾ ആ പദവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ പോവുകയല്ല. നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. വഴി മറക്കുന്നില്ല. തീർച്ചയായിട്ടും വന്ന വഴി മറക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രയാസങ്ങൾ എപ്പോഴും മനസ്സിനകത്തുണ്ട്. അത്തരം വിഷയങ്ങൾ ഒരുപാട് അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അത്തരം ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അത്തരം മനുഷ്യരുടെ വേദനകൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ വേദനയിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും. എവിടെയെങ്കിലും എല്ലായിടത്തും ഓടിയെത്താൻ പറ്റും എന്നല്ല, അറിയാവുന്ന എല്ലായിടങ്ങളിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലായിടങ്ങളിലും ചെറിയൊരു താങ്ങായി നമുക്ക് നിൽക്കാൻ സാധിക്കുക എന്നുള്ള, അങ്ങനെ താങ്ങായി ഈ 5 വർഷക്കാലം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള. എനിക്കൊരു ഓർമ്മയുണ്ട്, ഞാൻ നമ്മുടെ മാവേലിക്കരയിൽ നിന്നൊരു ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായി ഒരു വിനോദയാത്ര പോയ സംഭവം KSRTCയിലാണ്. വന്ന 6:30 സമയത്താണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടു എന്നും പറഞ്ഞ് എനിക്കൊരു വാർത്ത വരുന്നത്. നമ്മളെല്ലാം കവർ ചെയ്തിട്ടുള്ള. പക്ഷേ എന്നെ ഇവിടുന്ന് മാവേലിക്കരയിൽ നിന്ന് ഒരാൾ ഇത് വിളിച്ച് പറയുമ്പോൾ ഞാൻ ആ സ്ഥലത്തുണ്ട്, സ്പോട്ടിൽ, വെളുപ്പിന്. അപ്പോൾ അത്രത്തോളം സത്യസന്ധമായി സുതാര്യമായി ജനങ്ങളോടൊപ്പം നിന്ന് നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതെന്ന് പറ്റുന്നത് അങ്ങനെയല്ല, പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും സത്യസന്ധമായി ജനങ്ങളോടൊപ്പം നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുക, ജനങ്ങൾ നമ്മളെയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാ ആശംസകളും. നമുക്ക് ഇനിയും കാണാം. അപ്പോൾ സിന്ധൂരി, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിശദീകരിക്കണോ? അവർ തന്നെ പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും അനുത, നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം സ്ഥാനാർത്ഥിയോട് പറയണമെന്ന് പറയുന്നുണ്ട്. അനശ്വര, അതുപോലെ തന്നെ അഭിരാം, സിന്ധു, അനിൽ, ഇവരെല്ലാം തന്നെ അവരുടെ സ്നേഹം, വിജയാശംസകളെല്ലാം സ്ഥാനാർത്ഥിയെ നേരിട്ടറിയിക്കണം എന്നിപ്പോൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ആ വിവരങ്ങൾ കൂടി സ്ഥാനാർത്ഥിയോട് പറയൂ. എന്തായാലും ആ ഒരു സന്തോഷം, ആത്മവിശ്വാസം അത്ര കണ്ട് നമ്മളിലേക്ക് കൂടി പകരുകയാണല്ലേ. അതെ, ഞാൻ ഉറപ്പായിട്ടും പറയാം. അരുണെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ലൈവായിരുന്നു, നമ്മളെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പലയിടങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അരുണിനോടുള്ള സ്നേഹവും ഇഷ്ടവും പങ്കുവച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രേക്ഷകരുടെ ഒരു സ്നേഹം കൂടി പറയുകയാണ്. തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുക കൂടിയത് തീർച്ചയായും ആ രാഷ്ട്രീയമാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ചും CPM പ്രത്യേകമായ ശ്രദ്ധ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊരു താല്പര്യവും ഇഷ്ടവും ഒക്കെ നമ്മുടെ പ്രസ്ഥാനം തന്നതിൻ്റെ ഭാഗമായിട്ടാണ്, ചേർത്ത് പിടിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു ഇതുണ്ടാകുന്നത്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മളെ നന്നായി ഹൃദയത്തോട് ചേർത്ത് വെച്ചു. മാവേലിക്കര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായി ഓരോ ഇടങ്ങളിലും ഓരോ വീടുകളിലും സ്വന്തം വീട് പോലെ കയറി ചെല്ലാൻ കഴിയുന്ന സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവർ മാവേലിക്കരക്കാർ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ആ സ്നേഹത്തോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. മാവേലിക്കരയ്ക്ക് വേണ്ടി എന്നും നിലകൊള്ളും. മാവേലിക്കരയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് പേർ ജീവിതത്തിൻ്റെ പല വശങ്ങൾ അറിഞ്ഞ്
നാനാഭാഗത്തു നിന്നുള്ള പ്രിയപ്പെട്ടവർ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അവരോടെല്ലാം കടപ്പാടുണ്ടായിരിക്കും. അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലെ വിജയത്തിന് ഈ സമയത്തെ വിജയത്തിന് പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ഉണ്ടാകണം. എല്ലാവരും വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം. നമ്മുടെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ ശക്തമായി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ തീർച്ചയായും എത്തും. എത്തുന്നതിനകത്ത് പ്രിയപ്പെട്ടവരെല്ലാം നല്ല പങ്ക് വഹിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി